ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതെ ഗൈസ് ഒരു സ്റ്റഡി ടിപ്പ് ബ്ലോഗാണ്. കുറച്ച് വെറൈറ്റി ഇല്ല, എനിക്കറിയാം. സോ ഇത് ആരോടാത്ത കണ്ടൻറ്റാണ്. അങ്ങനെയല്ല, എനിക്ക് കുറച്ചും കൂടി ഇപ്പം എക്സാം ടൈമാണ്. പിന്നെ ഈ ഡിസംബറിൽ വരുന്നുണ്ട്, പിന്നെ മിഡ് ടേം വരുന്നുണ്ട്. നവംബർ ഫസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ലാസ്റ്റ് ആയിട്ട് തന്നെ മിഡ് ടേം വരുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ അനൗൺസ് ചെയ്തു ഒക്ടോബർ ലാസ്റ്റ് 27, 28, 29 3 ദിവസം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടും ഇടാമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ സ്റ്റഡി കുറച്ചിട്ട് ടിപ്സ് ഒക്കെ പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ എനിക്ക് കുറച്ച് സ്റ്റഡി ടിപ്സ് ഇൻക്ലൂഡ് ആക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ എടുക്കാമെന്ന് ഞാൻ ബുക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, ഒന്നും വിട്ടുപോകാണ്ടിരിക്കാം. സോ 7 ടിപ്പാണുള്ളത്. സോ 7 ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് എടുത്ത് പഠിക്കുക. എന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പഠിക്കുക, 25 മിനിറ്റ് പഠിക്കുക. ഞാൻ കുറേ വീഡിയോസ് കണ്ടുകൊണ്ടായിരുന്നു 25 മിനിറ്റ് പഠിച്ചിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ. എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവും. എനിക്കറിയില്ല നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുമെന്ന്. ചിലവരുണ്ട് 25 മിനിറ്റ് കറക്റ്റ് പഠിച്ചതിന് ശേഷം ബ്രേക്ക് എടുക്കുക, വെറും 5 മിനിറ്റ്, അത് കഴിഞ്ഞാൽ അപ്പം തന്നെ പഠിക്കാതിരിക്കാം. അങ്ങനെ പഠിക്കുന്നവരൊക്കെ ഞാൻ സമ്മതിച്ച്. എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 hour നന്നായിട്ട് മനസ്സിലാക്കി അവിടെ തന്നെ ഇരുന്ന് നന്നായിട്ട് പഠിക്കാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു 10 minutes 15 minutes 20ൻ്റെ മുകളിൽ പോകാൻ പാടില്ല. 20ൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ലോണം ഡിസ്ട്രാക്റ്റഡ് ആയെന്നാണ് അർത്ഥം. ദെൻ സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടിപ്പാണ്. ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടിപ്പാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീനന്ദ് പറഞ്ഞതാണ് കേട്ടോ. 3-2-1 മെത്തേഡ് എന്നാണ് അതിൻ്റെ പേര്. സോ ആ മെത്തേഡ് എങ്ങനെയാണെന്ന് ചിലവർക്കറിയാം, ചിലവർക്കറിയില്ല. ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. 3 times നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വായിക്കുക. അതിനുശേഷം 2 times നന്നായിട്ട് ഉറക്ക വായിക്കുക. അതിനുശേഷം 1 time എഴുതുക. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്നും തലയിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ 4 time മനസ്സിൽ വായിക്കുക, 3 times ഉറക്ക വായിക്കുക, ദെൻ 2 times എഴുതി പഠിക്കാം. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മെത്തേഡാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഉള്ള ഒരു ഐഡിയ കിട്ടിയപ്പോൾ തന്നെ ഞാൻ വേഗം എഴുതിയൊരു മെത്തേഡാണ് കേട്ടോ ഈ 3-2-1 മെത്തേഡ്. നല്ല മെത്തേഡാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ എക്സാമിൻ്റെ ഒരു അടുത്തെത്തിക്കഴിഞ്ഞാൽ എന്തായാലും വേണം, അല്ലാണ്ടും വേണം, നമ്മൾ എന്താണോ പഠിക്കുന്നത് ഇന്നെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ ആ പ്ലാന്, ഞാൻ കൂടുതലും ഒരു ദിവസം ഒരു സബ്ജക്റ്റ് ആക്കിയിട്ടാണ് പഠിക്കുക. എന്നാൽ നമുക്ക് കുറേ ടൈം ഉണ്ടാവും. നമുക്ക് നന്നായിട്ട് ഒരു ചാപ്റ്ററാണ് അല്ലെങ്കിൽ 2 ചാപ്റ്ററാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ചാപ്റ്റർ പഠിക്കാൻ പറ്റും. നല്ലോണം പഠിക്കാൻ പറ്റും. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒരു ചാപ്റ്ററാണ് പഠിക്കാറ്. അതിൽ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ദെൻ 4th ടിപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് വായിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ മലയാളം അല്ലെങ്കിൽ ഹിന്ദി ആയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ മനസ്സിലാക്കി വായിക്കണം. ഹിന്ദി നന്നായിട്ട് മനസ്സിലാക്കി വായിക്കണം. എനിക്ക് കുറച്ച് ടഫാണ് ഹിന്ദി, സോഷ്യലും ഹിന്ദി, മാത്സ്, ഈ 3 സബ്ജക്റ്റ് എനിക്ക് ടഫാണ്. അതിൽ കൂടുതൽ ടഫായിട്ടുള്ള മാത്സാണ്, അതിന് തൊട്ട് ടഫായിട്ടുള്ള ഹിന്ദി, അത് കഴിഞ്ഞിട്ട് അടുത്ത ടഫായിട്ടുള്ളതാണ് സോഷ്യൽ. അപ്പം ഹിന്ദി നന്നായിട്ട് മനസ്സിലാക്കി വായിച്ചപ്പോഴാണ് എനിക്ക് കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടി തുടങ്ങിയത്. അപ്പോൾ ഹിന്ദി നന്നായിട്ട് മനസ്സിലാക്കി വായിക്കാൻ ശ്രമിക്കുക, മീനിങ്സ് മനസ്സിലാക്കുക. മലയാളം പഠിക്കുമ്പം എന്ന് വെച്ചാൽ നമ്മൾക്ക് കഥയോ പോയമോ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇപ്പം തരുന്നത് 5th കുട്ടികൾക്ക്. അപ്പം അങ്ങനെ തരുമ്പോൾ ആ കഥ നന്നായിട്ട് വായിക്കാം. എത്ര കൂടുതലുണ്ടെങ്കിലും നന്നായിട്ട് മനസ്സിലാക്കി വായിച്ചതിന് ശേഷം മീനിങ്സ് പഠിക്കുക. പിന്നെ നോട്ടിൽ പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ടാക്കും, ആക്ടിവിറ്റീസ്, അതൊക്കെ ഒന്ന് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ, മലയാളം സിമ്പിളാവും. അപ്പം അങ്ങനെ ചെയ്ത് നോക്കാം. പിന്നെ ആദ്യം തന്നെ
ടഫ് സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒറ്റൊരു സബ്ജക്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ഇത് ശ്രദ്ധിക്കേണ്ട ഈ ടിപ്പ്. പക്ഷെ ഇന്നെടുത്തത് എന്തൊക്കെയാണോ അത് മൊത്തം പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു 2 സബ്ജക്റ്റ് പഠിക്കുന്നവരുണ്ട്, 3 സബ്ജക്റ്റ് പഠിക്കുന്നവരുണ്ട് ഈ ടൈമിൽ. അപ്പം അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ പഠിക്കാൻ പറ്റാറില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഇത്രയും പഠിക്കാൻ എനിക്ക് വയ്യ എന്നുള്ള പോലെയാവും. അപ്പം നിങ്ങൾ അങ്ങനെ പഠിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ 3 സബ്ജക്റ്റാണ് അല്ലെങ്കിൽ 2 സബ്ജക്റ്റാണ്, എക്സാമ്പിൾ 3 സബ്ജക്റ്റാണ് പഠിക്കുന്നതെങ്കിൽ ആ 3 സബ്ജക്റ്റിൻ്റെ നിങ്ങൾ ടൈം ടേബിൾ വെച്ചിട്ടുണ്ടാവല്ലോ, ആ 3 സബ്ജക്റ്റ് എടുക്കുക. എന്നിട്ട് ആ 3 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് എടുക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ടഫ് എടുക്കുക. അപ്പം നമ്മൾ കുറച്ചും കൂടി റിഫ്രഷ് ആയിട്ട് വേഗം തന്നെ പഠിക്കുമ്പോൾ അത് പെട്ടെന്ന് തലയിൽ കയറും. ഓക്കെ, ദെൻ 6th ടിപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുക. നമ്മൾ പഠിക്കുമ്പോൾ വയ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ആ ബോറിംഗ് ഒക്കെ മാറ്റി കുറച്ചും കൂടി നിങ്ങൾ പഠനത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവരിക. ലൈക്ക് നിങ്ങൾക്ക് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. അങ്ങനെയല്ല, ഭയങ്കര ആഡംബരമൊന്നും വേണ്ട, കുറച്ച് മിനിമൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഗെയിം, ഒരു 5 hours ഉള്ളിൽ ഞാൻ ഇത് തീർക്കും, അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഷോർട്ട് നോട്ട്സ് ഞാൻ ഉണ്ടാക്കാറുണ്ട്. എല്ലാ സബ്ജക്റ്റും ഞാൻ പഠിക്കുമ്പോൾ ഞാൻ എഴുതാറുണ്ട്. കാരണം ഞാൻ യൂട്യൂബ് ക്ലാസ്സസ് കേൾക്കുമ്പോൾ അവരെന്താണോ പറയുന്ന ആ നോട്ട്സൊക്കെ ഞാൻ കോപ്പി ചെയ്യാറുണ്ട്. ഇത്തിരി ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കും, എന്ന് വെച്ചാൽ ഓവർ കൊടുക്കാറില്ല. സോ അപ്പം ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും ബൈ ബൈ.